ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വാവയൊക്കെ ഉണ്ടായി കുറച്ച് മനസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഫേസൊക്കെ ആകെ അങ്ങോട്ട് ഡള്ളായി. അപ്പോൾ എല്ലാവർക്കും അറിയാം, പ്രഗ്നൻസി ടൈം ആ ടൈമിലും അതിന് ശേഷമൊക്കെ നമ്മുടെ ഫേസ് ചിലരുടെ നല്ല ഗ്ലോ വരും, ഫേസിനൊക്കെ നല്ല ഗ്ലോ വരും. ചിലരുടെ മുഖമൊക്കെ വല്ലാണ്ട് ഡള്ളായി മാറും. അപ്പോൾ എൻ്റെ ഫേസ് ഏകദേശം ഡള്ളായി മാറി, കഴുത്തും മുഖമൊക്കെ ആകെ ഭയങ്കര ഡാർക്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ ഒന്ന് പോകാൻ നേരത്ത് ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോയി റെഡി ആയിട്ട് പോകാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ ബേബി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിന് പോകാൻ പറ്റില്ല. അമ്മമാർക്ക്, കുഞ്ഞു പിള്ളേരുള്ള അമ്മമാർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലാസ്റ്റ് തിരിച്ചു വരുമ്പോഴേക്കും വാവ ഇവിടെ കരഞ്ഞ് ബഹളം വെച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്കൊരു മേക്കപ്പ് ചെയ്യാൻ എവിടെയെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒന്ന് സുന്ദരിയായിട്ടൊക്കെ പോകാൻ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, NYPയുടെ മേക്കപ്പ് കിറ്റാണ് ഇത്. ഞാൻ purple.com നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പെർഫെക്റ്റ് മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള 8 എസെൻഷ്യൽസും ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. ആദ്യം തന്നെ പ്രൈമറാണേ. അതൊരല്പം മതിയാവും. നമ്മുടെ ഫേസിലെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. ബ്രഷോ സ്പോഞ്ചോ ഉപയോഗിച്ച് സ്കിന്നിൽ സ്പ്രെഡ് ചെയ്യേണ്ടവർക്ക് അതനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഈ മേക്കപ്പ് കിറ്റിൽ അടങ്ങിയിട്ടുള്ള 8 കാര്യങ്ങളും എൻ്റെ കൈ മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ചെയ്യണത്. അടുത്തത് BB ക്രീമാണ് കേട്ടോ. ഇതും ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ കയ്യിലെടുത്ത് ഫേസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഈ BB ക്രീം നല്ല അടിപൊളിയാണ് കേട്ടോ. കാരണം ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മളെ ഫേസിന് നല്ലൊരു എഫക്റ്റ് വരും, നല്ലൊരു ഗ്ലോയിങ് സ്കിന്നായിട്ട് മാറും. ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടോ, അടിപൊളി ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലുക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് കോമ്പാക്ട് പൗഡറാണ്. കോമ്പാക്ട് പൗഡറും ഇതുപോലെ തന്നെ നമ്മുടെ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം ഓർക്കുക, നമ്മൾ എന്തൊരു ക്രീമോ എന്തോ ആയിക്കോട്ടെ അതെടുക്കുമ്പോൾ ഫേസിൽ മാത്രം പോലെ കഴുത്തിൻ്റെ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. കണ്ടോ എഫക്റ്റ് കണ്ടോ? നേരത്തെ ഇരുന്ന സ്കിന്നും ഇപ്പോൾ ഉള്ള സ്കിന്നും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ഇനി ബ്ലഷാണ്. ബ്ലഷ് ഞാൻ ചെയ്യുന്നത് 3 കുത്ത്, 2 സൈഡിലും ചീക്കിൻ്റെ അവിടെ 3 കുത്തും ഞാൻ കണ്ണിന് മുകളിലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ കൈകൊണ്ട് തന്നെ കേട്ടോ സ്പ്രെഡ് ചെയ്തത്. പക്ഷേ സ്പോഞ്ച് കൊണ്ട് സ്പ്രെഡ് ചെയ്യണതാണ് കൂടുതൽ ബെറ്റർ കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് കൈ മാത്രം ഉപയോഗിച്ച് എല്ലാം ചെയ്യണ സ്ഥിതിക്ക് ഇതും കൈ കൊണ്ട് തന്നെ ചെയ്യാമെന്ന് ഓർത്ത് ചെയ്തതാണ്. പക്ഷേ സ്പോഞ്ച് കൊണ്ട് ചെയ്യണതാണ് കൂടുതൽ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത്. ഇനി നമുക്ക് കാജലൊന്ന് എഴുതിയാലോ. കാജൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തർക്കും എഴുതുന്നതിന് ഓരോ രീതികളുണ്ടാവും. ആ രീതിക്കനുസരിച്ച് നമുക്ക് എഴുതാം. ഞാനിവിടെ കണ്ണിൻ്റെ താഴത്തും മുകൾ ഭാഗത്തും അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ എഴുതിയതിന് ശേഷമേ കണ്ണിൻ്റെ അറ്റ ഭാഗത്തൊന്ന് പോയിൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കണ്ണ് നല്ല വിടർന്നതുപോലെ തോന്നിക്കാനത് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ലിപ്സ്റ്റിക്കാണ്.
ലിപ്സ്റ്റിക്ക് അടിച്ചപ്പോൾ എനിക്ക് എൻ്റെ ചുണ്ടിന് അത്ര സ്യൂട്ടാവാത്ത പോലെ എനിക്ക് തോന്നി. കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി മസ്കാരയാണ് കേട്ടോ ഞാൻ എഴുതാൻ പോണത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കണ്ണ് എഴുതി കഴിഞ്ഞിട്ട് ഉടനടി മസ്കാര യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് കൂടി അടിച്ചതിന് ശേഷമാണ് കേട്ടോ മസ്കാര ഇടുന്നത്. അപ്പോൾ മസ്കാരയും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി ലുക്ക് വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമുക്ക് സെറ്റിംഗ് സ്പ്രേ ആണ്. സെറ്റിംഗ് സ്പ്രേ കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് നീക്കി പിടിച്ചിട്ട് നമ്മുടെ മുഖത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നല്ല സെറ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഫൈനൽ ലുക്കിലേക്ക് പോകാം. കണ്ടോ എങ്ങനെയുണ്ട്? പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ഫംഗ്ഷന് പോണതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഇത് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ അല്ലേ? എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക് യു.